രാജീവ് സ്മൃതി യാത്ര 19 മുതൽ 21 വരെ കുമളിയിൽ നിന്നും ശ്രീപെരുമ്പത്തൂരിലേക്ക്. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC-യുടെ നേതൃത്വത്തിലുള്ള 21ാമത് രാജീവ് സ്മൃതി യാത്ര 19 രാവിലെ കുമളിയിൽ നിന്നും ആരംഭിക്കും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ 21 വർഷമായി തുടർച്ചയായി യൂണിയന്റെ നേതൃത്വത്തിൽ രാജീവ് സ്മൃതി യാത്ര നടത്തുകയാണ്. കമ്പം, തേനി, ദിണ്ടുക്കൽ, തിരുച്ചി, വിഴുപ്പുറം, പോണ്ടിച്ചേരി എന്നീ സ്ഥലങ്ങൾ സ്മൃതിയാത്രയ്ക്ക് തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റിയും പോണ്ടിച്ചേരി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും സ്വീകരണം നൽകും. നേതൃത്വത്തിൽ രാജീവ് സ്മൃതിയാത്ര എന്ന ഒരു പരിപാടി കഴിഞ്ഞ 20 വർഷമായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 21ാമത് രാജീവ് സ്മൃതിയാത്ര നാളെ രാവിലെ കുമളിയിൽ DCC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യും. പീരുമേട് MLA ജ്യോതി കൈമാറും. രാജീവ് ഗാന്ധിയുടെ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ പുതുതലമുറയെ ഓർമ്മപ്പെടുത്തുന്നതിനും ആളുകളുടെ മനസ്സിൽ രാജീവ് ഗാന്ധിയുടെ മായാത്ത ഓർമ്മകൾ നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള യാത്ര നടത്തുന്നത്. നാളെ കുമളിയിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര തമിഴ്നാട്ടിലെ കമ്പം, തേനി, ഗൂഡല്ലൂർ, ബോഡി തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി 20-ാം തീയതി പോണ്ടിച്ചേരിയിൽ എത്തിച്ചേരും. പോണ്ടിച്ചേരി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നൽകുന്ന സ്വീകരണം ഏറ്റുവാങ്ങി 21ാം തീയതി രാവിലെ രാജീവ് ഗാന്ധി മരണപ്പെട്ട ശ്രീപെരുമ്പത്തൂരിൽ യാത്ര അവസാനിപ്പിക്കും. 21 രാവിലെ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വം വരിച്ച ശ്രീപെരുമ്പത്തൂരിൽ എത്തിച്ചേരും. തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷെൽവപെരും തുകൈ ജ്യോതി ഏറ്റുവാങ്ങും. ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ ആശയങ്ങൾക്ക് വലിയ പ്രചരണം ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ. നമ്മുടെ രാജ്യം ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി നേരിടുക. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ യുദ്ധം നടക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. ഡീസൽ കിട്ടുന്നില്ല, പെട്രോൾ കിട്ടുന്നില്ല. ക്രൂഡ് ഓയിലിന് ഇതിനേക്കാൾ വില കൂടുതലുണ്ടായിരുന്ന സമയത്ത് 50 രൂപയ്ക്ക് പെട്രോളും 40 രൂപയ്ക്ക് ഡീസലും ഒക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾക്ക് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നതിനും ഉള്ള ഗവൺമെൻറ്റുകൾ ഈ രാജ്യം ഭരിച്ചിരുന്നു. ഇപ്പോൾ ഇത്തരം രാജ്യം പ്രതിസന്ധിയിലേക്കാവുമ്പോൾ ആ പ്രതിസന്ധികളൊന്നും പരിഹരിക്കുവാൻ ഇന്നത്തെ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് രാജീവ് ഗാന്ധിയുടെ ആശയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് രാജീവ് ഗാന്ധി ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികൾ, ആവിഷ്കരിച്ച നടപടികളൊക്കെ ഈ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജാഥ ഇത്തവണ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് ഈ രാജ്യത്തെ, ഈ പ്രദേശത്തെ ഞങ്ങൾ ജാഥ കടന്നു പോകുന്ന എല്ലാ പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ വലിയ സ്വീകരണം കഴിഞ്ഞ 20 വർഷമായി ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. തുടർന്ന് പുഷ്പാർച്ചനയും സർവ്വമത പ്രാർത്ഥനയും നടക്കും. 19 കുമളിയിൽ നടക്കുന്ന പൊതുയോഗം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്യും. ജ്യോതി പ്രയാണം അഡ്വക്കേറ്റ് സിറിയക് തോമസ് MLA ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് EM അഗസ്തി ex-MLA ആണ് ജാഥ ക്യാപ്റ്റൻ. യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത്, വർക്കിംഗ് പ്രസിഡന്റ് PR അയ്യപ്പൻ, ട്രഷറർ ബിജു ദാനിയേൽ, KC ബിജു, ഷിനു ഫിലിപ്പ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബൂട്ട്സ് ആൻഡ് ബക്കിൾസ് ബാക്ക് ടു സ്കൂൾ ഓഫർ. സ്കൂൾ ബാഗ്സ്, ഷൂസ്, അംബ്രല്ല തുടങ്ങി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടതെല്ലാം 5 to 70% ഓഫിൽ. പുതിയ ട്രെൻഡിലുള്ള സ്കൂൾ ബാഗുകൾ, ഫേമസ് ബ്രാൻഡുകളുടെ അംബ്രല്ലാസ്, യൂണിഫോം ഷൂസ്, ലഞ്ച് ബോക്സ് ആൻഡ് ബാഗ്സ്, വാട്ടർ ബോട്ടിൽസ്, ഫുട്വെയർ ആൻഡ് ബാഗ്സിന്റെ ഏറ്റവും വലിയ AC ഷോറൂം ബൂട്ട്സ് ആൻഡ് ബക്കിൾസ് സന്ദർശിക്കൂ. ഏറ്റവും മികച്ച ഓഫറിൽ സ്കൂൾ ബാഗുകൾ, കുടകൾ, യൂണിഫോംസ് എന്നിവ സ്വന്തമാക്കൂ. ആംപിൾ കാർ പാർക്കിംഗ് സൗകര്യം. ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്, പുളിയൻമല റോഡ്, കട്ടപ്പന.